എറണാകുളത്ത് സൈബർ തട്ടിപ്പ് തുടർക്കഥയാകുന്നു. 4 കേസുകളാണ് ഒരാഴ്ചക്കിടെ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തത്. വിവിധ കേസുകളിലായി 28 കോടി രൂപ നഷ്ടപ്പെട്ടു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. വിഷ്ണു, ഈ കോടിക്കൊന്നും ഒരു വിലയില്ലേ വിഷ്ണു? നമ്മൾ കോടി തെരഞ്ഞു ചെല്ലുമ്പോൾ മുണ്ടുപൊട്ടിയിലിരിക്കുന്ന കോടി മാത്രമേ ഉള്ളൂ താനും. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ സൈബർ തട്ടിപ്പുകാർക്ക് കോടിയൊന്നും ഒരു പ്രശ്നമല്ലാതെയായി മാറുന്നു. പ്രത്യേകിച്ച് കൊച്ചിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. 2,88,00,000 രൂപയാണ് ഒരു വീട്ടമ്മയിൽ നിന്ന് സൈബർ തട്ടിപ്പ് സംഘം കവർന്നെടുത്തത്. വെർച്വൽ അറസ്റ്റ് എന്ന പേരിലായിരുന്നു ആ തട്ടിപ്പ്. കുറച്ച് നാളുകളായി അത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ മണി ലോണ്ടറിംഗ് കേസിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഒരു ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരാൾ ഫോൺ വിളിക്കുന്നത്. അവർക്ക് ഈ സുപ്രീം കോടതിയുടെയും CBIയുടെയും ഒക്കെ എംബ്ലം അടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ അയച്ചു നൽകി, നിങ്ങൾ പണം നൽകിയില്ലെങ്കിൽ അകത്ത് പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അവരിൽ നിന്ന് പണം തട്ടിയതെന്നുള്ളതാണ് അവരുടെ മൊഴി. മട്ടാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനു മുൻപ് ഏകദേശം ഒരു 3 ദിവസം മുമ്പാണ് എറണാകുളത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് 25 കോടി രൂപ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് തട്ടിയെടുത്തത്. അതിൽ അന്വേഷണം പുരോഗമിക്കുന്നു. അതിൽ ഈ പണം പോയ 20 അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളിലേക്ക് പെട്ടെന്ന് എത്താമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം ഒരു ഷെയർ മാർക്കറ്റിംഗ് പഠനം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് 12 ലക്ഷം രൂപ തട്ടിയെടുത്ത മറ്റൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വ്യാപകമായി എറണാകുളത്തും കൊച്ചി സിറ്റി മേഖലകളിലും ഒക്കെയായി ഇത്തരത്തിൽ സൈബർ തട്ടിപ്പ് നടക്കുകയാണ്. പല ബോധവൽക്കരണങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ആളുകൾ ഇതിനോട് അത്ര അനുകൂലമായി നിൽക്കാത്തതാണ് ഈ തട്ടിപ്പ് വീണ്ടും വീണ്ടും വർദ്ധിക്കാനുള്ളൊരു കാര്യം. കൂടുതൽ ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഈ പണം പോയി കഴിഞ്ഞാൽ പിന്നീട് ഇത് റിക്കവർ ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ IP അഡ്രസ്സൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ പോലുമാണ്. അതുകൊണ്ട് പോലീസിനും സൈബറിനൊക്കെ വലിയ പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ ഈ പരിവാഹൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അവരുടെ പക്കൽ നിന്ന് പണമൊക്കെ റിക്കവർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആളുകൾ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അന്വേഷണമൊക്കെ സെക്കൻഡറി ആണ്. അതുകൊണ്ടും ആളുകൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഇതിൽ ശക്തമായി പ്രതികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ പങ്കുവെക്കുന്നത്. SK